Hello everyone, welcome to Kids Area Online. Kids Area Online കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്, ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ്, ഓൺലൈൻ ട്യൂഷനാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ട്യൂഷൻ സമയം വരുന്നത്. കുട്ടികൾ സ്കൂൾ ടൈം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് അവർക്കുള്ള ട്യൂഷൻ സമയം വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. LKG UKG ഓൺലൈൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. റെഗുലർ ക്ലാസ്സസ്, അതായത് സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസ് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടും കിഡ്സ് ഏരിയ ഓൺലൈൻ LKG UKG നൽകുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഓഗസ്റ്റ് മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. എല്ലാ ക്ലാസ്സിനെയും റെക്കോർഡഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അതിനായിട്ട് കോൺടാക്ട് ചെയ്യാം. 9746487799. ഇംഗ്ലീഷ് മലയാളം ഓൺലൈൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതായത് ഇംഗ്ലീഷും മലയാളവും, ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് വേറൊരു കോഴ്സാണ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് മറ്റൊരു കോഴ്സാണ്. കുട്ടികൾക്ക് കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ബാക്കിലായിട്ടുള്ള പുറകിലോട്ടായുള്ള കുട്ടികൾക്കുള്ള ബേസിക് ക്ലാസ്സസ് ആണ്. അവരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ്സസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് മുതൽ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. 9746487799. എല്ലാ ക്ലാസ്സുകളും സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. അതിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. Class 6 Social Science Kerala Syllabus English Medium Unit Test Episode 2. Episode 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു ദിവസം നോക്കിയായിരുന്നു, ഇതിനു മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എപ്പിസോഡ് 2 ആണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ആണ് കേട്ടോ. സോഷ്യൽ സയൻസ് മലയാളം മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 വരെ നമ്മൾ നോക്കിയായിരുന്നു. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ 3 നെയിംസ് നൽകിയിട്ടുണ്ട്. ഹോമിനോയിഡ്സ്, ഹോമിനിഡ്സ്, പ്രൈമേറ്റ്സ്. ഹോമിനോയിഡ്സ്, ഹോമിനിഡ്സ്, പ്രൈമേറ്റ്സ്. ഇത് എന്താണ്? എ കാറ്റഗറി ഓഫ് മാമൽസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? വാക്ക്ഡ് ഓൺ 4 legs ഇതിൽ ഏതാണ്? വാക്ക്ഡ് ഓൺ 2 legs ഇതിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയാലോ? എല്ലാവർക്കും ആൻസർ അറിയാവോ? നിങ്ങളൊന്ന് വേഗത്തിൽ ചെയ്തേ. ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്? ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വേഗത്തിൽ ആൻസർ കണ്ടെത്തിക്കോളൂ. കണ്ടെത്തിയായിരുന്നോ? ആൻസർ പറയട്ടെ. യെസ്, ഫസ്റ്റ് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ കാറ്റഗറി ഓഫ് മാമൽസ്. എ കാറ്റഗറി ഓഫ് മാമൽസ്, സസ്തനികളിൽ ഒരു വിഭാഗം എന്ന് പറയുന്നതാണ് പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എ കാറ്റഗറി ഓഫ് മാമൽസ്. മാമൽസ് സസ്തനികളുടെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്ക്ഡ് ഓൺ 4 legs 4 കാലിൽ നടക്കുന്നവരെയാണ് എന്ത് പറയുന്നത്? ഹോമിനോയിഡ്സ്. 4 legs, വാക്ക്ഡ് ഓൺ 4 legs 4 കാലിൽ നടക്കുന്നവരെ പറയുന്ന പേരെന്താണ്? ഹോമിനോയിഡ്സ്. ഇനി ഹോമിനിഡ്സ് മാത്രമേ ഉള്ളൂ. അതെന്താണ്? വാക്ക്ഡ് ഓൺ 2 legs 2 കാലിൽ, ഇരുകാലിൽ നടക്കുന്നവരെ, 2 legs വാക്ക് ചെയ്യുന്നവരെ, നടക്കുന്നവരെ പറയുന്നതാണ് ഹോമിനിഡ്സ്. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഓഫ് മാമൽസ് ആണ്, സസ്തനികളിൽ ഒരു ഭാഗത്തെയാണ് പ്രൈമേറ്റ്സ് എന്ന് പറയാം. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഓഫ് മാമൽസ്. അതുപോലെ ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഓൺ 2 legs. വാക്ക്ഡ് ഓൺ 2 legs ആണ് ഹോമിനിഡ്സ്. ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഓൺ 4 legs 4 കാലിൽ നടക്കുന്നവരെയാണ് ഹോമിനോയിഡ്സ് എന്ന് പറയും. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഓൺ 2 legs ആണ്. ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ് ഓൺ 4 legs. അപ്പൊ എല്ലാവർക്കും ശരിയായല്ലോ? ഈ ഉത്തരം എല്ലാവർക്കും ശരിയായല്ലോ? തെറ്റിയവർക്ക് ആൻസർ മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ടൂൾ മേക്കേഴ്സിന് ഇതിൽ എന്താണ് പറയുക? അപ്രൈറ്റ് ഹ്യൂമൻസിന് എന്താണ് പറയുക? വൈസ് ഓർ തിങ്കിങ് മാൻസിന് ഇതിൽ എന്താണ് പറയുക? ഹോമോസാപ്പിയൻസ്, ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ്. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ഫസ്റ്റ് വൺ, ടൂൾ മേക്കേഴ്സ്, ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർ, ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവർ, ടൂൾ മേക്കേഴ്സ്.
ദ ടൂൾ മേക്കേഴ്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർ ഹോമോസാപ്പിയൻസ് ആണോ, ഹോമോ ഇറക്ടേഴ്സ് ആണോ, ഹോമോ ഹാബിലിസ് ആണോ? ഏതാണ്? ടൂൾ മേക്കേഴ്സ് ഹോമോ ഹാബിലിസ്. ടൂൾ മേക്കേഴ്സ് എന്ന് പറഞ്ഞതിൽ ഏതാണ്? ഹോമോ ഹാബിലിസ്. ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവർ എന്താ പറയുന്നേ? ഹോമോ ഹാബിലിസ്. അപ്രൈറ്റ് ഹ്യൂമൻസ് നിവർന്നു നിൽക്കാൻ കഴിയുന്നവർ, ദ അപ്രൈറ്റ് ഹ്യൂമൻസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, ഇതിൽ എന്താണ് പറയുന്നത്? ഹോമോസാപ്പിയൻസ് എന്നാണോ, ഹോമോ ഇറക്ടേഴ്സ് എന്നാണോ? ഏതാ പറയാ? അപ്രൈറ്റ് ഹ്യൂമൻസിന് എന്താ പറയാ? നിവർന്നു നിൽക്കുന്ന മനുഷ്യർ എന്താ പറയാ? ഹോമോസാപ്പിയൻസ് ഓർ ഹോമോ ഇറക്ടേഴ്സ്? ഇതിൽ ഏതാ ശരി? ഹോമോ ഇറക്ടേഴ്സ് ആണ് അപ്രൈറ്റ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, വൈസ് ഓർ തിങ്കിങ് മാൻസ് ബുദ്ധിയുള്ള മനുഷ്യർ, ബുദ്ധിയുണ്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർ എന്താ പറയാ? നമ്മളെ പോലുള്ള മനുഷ്യർ എന്താ പറയാ? ഹോമോസാപ്പിയൻസ്. എന്താ പറയുന്നേ? ഹോമോസാപ്പിയൻസ്. വൈസ് ഓർ തിങ്കിങ് മാൻസിന് എന്താ പറയുന്നേ? ഹോമോസാപ്പിയൻസ്. ഇപ്പൊ ഇതായിരുന്നു 8ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ശരിയാണോ? എഴുതാൻ ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം, ഏതാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ അറിയാലോ. ടൂൾ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോമോ ഹാബിലിസ് ആണ്. അപ്രൈറ്റ് ഹ്യൂമൻസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ ഹോമോ ഇറക്ടേഴ്സ് ആണ്. വൈസ് ഓർ തിങ്കിങ് മാൻസ് എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9. The human species to which we belong is Homo sapiens. The human species to which we belong is. Now ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ ഹോമോസാപ്പിയൻസ്, ഹോമോ ഇറക്ടേഴ്സ്, ഹോമോ ഹാബിലിസ് എന്ന് പഠിച്ചില്ലേ? ഇതിൽ നമ്മളെ പോലുള്ള നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യ വിഭാഗം ഇതിൽ ഏതിൽ പെടുന്നതാണ്? ഹോമോസാപ്പിയൻസിൽ വരുന്നതാണ് കേട്ടോ. The human species to which we belong is Homo sapiens. നമ്മൾ വരുന്ന വിഭാഗം, we belong നമ്മൾ വരുന്ന വിഭാഗം. The human species മനുഷ്യവർഗം, to which we belong നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏതിൽ വരുന്നതാ? ഹോമോ സാപ്പിയൻസ്. ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ് ബുദ്ധിയുള്ള ചിന്തിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇത് സംശയമില്ലല്ലോ. ഹ്യൂമൻ സ്പീഷീസ് ടു വിച്ച് വി ബിലോങ് ഈസ് ഹോമോ സാപ്പിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ ഫ്രം ഡാഷ് എ കാറ്റഗറി ഓഫ് മാമൽസ്. സസ്തനികളിൽ ഒരു വിഭാഗമായ ഡാഷിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത്. ഹ്യൂമൻ ഇവല്യൂഷൻ എന്നതിൽ നിന്നാണ് ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ ഫ്രം. ഹ്യൂമൻ ഇവല്യൂഷൻ മനുഷ്യന്റെ പരിണാമം തുടങ്ങുന്നത് എന്തിൽ നിന്നാണ്? മനുഷ്യന്റെ പരിണാമം തുടങ്ങുന്നത് എന്തിൽ നിന്നാണ്? മനുഷ്യന്റെ പരിണാമം ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്. ഏതാണ്? പ്രൈമേറ്റ്സ്. ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ ഫ്രം. ഹ്യൂമൻ ഇവല്യൂഷൻ തുടങ്ങുന്നത് പ്രൈമേറ്റ്സിൽ നിന്നാണ്. നിങ്ങൾക്ക് ആ ചാർട്ടിൽ ആദ്യം നൽകിയിട്ടുള്ളത് പ്രൈമേറ്റ്സ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ചാർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നൽകിയിരിക്കുന്നത് പ്രൈമേറ്റ്സ്, കാറ്റഗറി ഓഫ് മാമൽസ്. ഓർമ്മയുണ്ടോ? അതെ. ഇപ്പൊ ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ ഫ്രം. ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? പ്രൈമേറ്റ്സിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ആർ ദ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഹോമോ? ഹോമോ എന്നതിന്റെ സബ് ഗ്രൂപ്പ്സ് ഏതാണ്? ആദ്യം വരുന്നത് അറിയാം, പ്രൈമേറ്റ്സ്, എന്നിട്ട് ഹോമിനോയിഡ്സ്, എന്നിട്ട് ഹോമിനിഡ്സ്. ഹോമിനിഡ്സിൽ നിന്ന് വരുന്നതാണ് ഹോമോ. ഹോമോയിൽ 3 സബ് ഗ്രൂപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഹോമോ? ഹോമോയുടെ 3 സബ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ഓർമ്മിച്ച് പറഞ്ഞേ. ഏതൊക്കെയാ? ടൂൾ മേക്കേഴ്സിന് എന്ത് പറയും? ഹോമോ ഹാബിലിസ്. നിവർന്നു നിൽക്കുന്നവർ എന്ത് പറയും? ഹോമോ ഇറക്ടേഴ്സ്. ബുദ്ധിയുള്ളവർ, വൈസ് ആൻഡ് തിങ്കിങ് മാനിന് എന്ത് പറയും? ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടേഴ്സ്, ഹോമോ സാപ്പിയൻസ്. ഇതാണ് ആൻസർ. സബ് ഗ്രൂപ്പ്സ് ഓഫ് ഹോമോ ഏതൊക്കെയാണ്? ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 11 വരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കാണാം. എല്ലാവരും പഠിച്ചല്ലോ, മനസ്സിലായല്ലോ, നല്ലതുപോലെ മനസ്സിലായല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്, ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ്, ഓൺലൈൻ ട്യൂഷനാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ട്യൂഷൻ സമയം വരുന്നത്. കുട്ടികൾ സ്കൂൾ ടൈം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് അവർക്കുള്ള ട്യൂഷൻ സമയം വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. LKG UKG ഓൺലൈൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. റെഗുലർ ക്ലാസ്സസ്, അതായത് സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസ് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടും കിഡ്സ് ഏരിയ ഓൺലൈൻ LKG UKG നൽകുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഓഗസ്റ്റ് മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. എല്ലാ ക്ലാസ്സിനെയും റെക്കോർഡഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അതിനായിട്ട് കോൺടാക്ട് ചെയ്യാം. 9746
46477999. ഇംഗ്ലീഷ് മലയാളം ഓൺലൈൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതായത് ഇംഗ്ലീഷും മലയാളവും, ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് വേറൊരു കോഴ്സാണ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് മറ്റൊരു കോഴ്സാണ്. കുട്ടികൾക്ക് കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ബാക്കിലായിട്ടുള്ള പുറകിലോട്ടായുള്ള കുട്ടികൾക്കുള്ള ബേസിക് ക്ലാസ്സസ് ആണ്. അവരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ്സസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് മുതൽ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. 9746487799. എല്ലാ ക്ലാസ്സുകളും സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. അതിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.